ഹായ് ഫ്രണ്ട്സ്, നമ്മൾ തുടങ്ങുകയാണ് ഇൻഫോവിക്സിന്റെ ഏറ്റവും ആദ്യത്തെ വീഡിയോ. എങ്ങനെ GNS3 ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം GNS3 ഇൻസ്റ്റാൾ ചെയ്തിട്ടേക്കുന്നത്. എങ്കിലും ഞാൻ ഒരു വട്ടം കൂടെ കാണിക്കുകയാണ്. ഗൂഗിൾ എടുക്കുക, GNS3 എന്ന് സെർച്ച് ചെയ്യുക. അവിടെ GNS3യുടെ വെബ്സൈറ്റും ഇതാണ് GNS3.net. GNS3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് സിമുലേറ്റർ ആണ്. സിമുലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറിജിനൽ ഒരു സാധനത്തിനെ വെർച്വലാക്കി കാണിക്കുന്നു. വെർച്വലാക്കി കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അതിനെ വീണ്ടും ഇതാക്കി പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണോ ഒരു ഒറിജിനൽ സാധനം വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനായിട്ട് ആ ഒറിജിനൽ സാധനം വർക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മളെ വർക്ക് ചെയ്ത് കാണിക്കുന്നു. അതിനെയാണ് ഒരു സിമുലേറ്റർ എന്ന് പറയാം. ഈ സിമുലേറ്റർ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സിസ്കോ ഡിവൈസസ് ആണ് സാധാരണ. നമ്മളെല്ലാവരും CCNA പഠിക്കുമ്പോൾ സിസ്കോ ഡിവൈസസിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ സിസ്കോ ഡിവൈസസ് ഒക്കെ നമുക്ക് മേടിച്ച് വീട്ടിൽ വെച്ച് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയുള്ള കാര്യമില്ല. അങ്ങനെ വരുമ്പം നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ സിമുലേറ്ററുകളെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് മാർക്കറ്റിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓപ്പൺ സോഴ്സ് സിമുലേറ്റർ ആണ് GNS3. ഈ GNS3 ഉപയോഗിച്ച് തന്നെ നമുക്ക് സിസ്കോയുടെ പല പല കോഴ്സുകളും ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്വന്തം ലാബുകൾ വരെ ഉണ്ടാക്കാൻ പറ്റും. ഇതിന് ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് iOS, സിസ്കോയുടെ iOS അതുപോലെ തന്നെ എമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ജൂനിപ്പറിന്റെ JunoOS റൺ ചെയ്യാം. പിന്നെ സിസ്കോയുടെ ASA ഫയർവാൾ, പിക്സ്, IPS ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇത് വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിനക്സ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണിത്. ഇവിടെ നമുക്ക് ലിനക്സിന്റെ അകത്ത് വെച്ച് നമുക്ക് പല പല iOS കിട്ടിക്കഴിഞ്ഞാൽ പോലും നമുക്ക് അതിനെ പാക്ക് ചെയ്ത് ഈ GNS3 ഇട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. നമ്മളെല്ലാം നെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഡൗൺലോഡ് കൊടുക്കുക. ഇവിടെ പല പല OSന് വേണ്ടിയിട്ടുള്ള വേർഷൻസ് അവൈലബിൾ ആണ്. അതിന്റെ അകത്ത് ഓൾ ഇൻ വൺ വേർഷൻ ഉണ്ട്, അല്ലാതെ 64 അങ്ങനെ ഇഷ്ടമുള്ള വേർഷൻ സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, നെക്സ്റ്റ് അടിച്ചടിച്ച് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ സെയിം ഷീറ്റ് എന്ന് പറയും അതുപോലെ ചെയ്തെടുക്കുക. ചെയ്തതിനു ശേഷം നമുക്ക് ഇതുപോലെ ഡെസ്ക്ടോപ്പിൽ ഒരു GNS3 ഐക്കൺ വരും. എപ്പോഴും നമ്മൾ GNS3 ആദ്യമായിട്ട് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനെ അഡ്മിനിസ്ട്രേറ്ററിൽ വേണം ഓപ്പൺ ചെയ്യാൻ. അതിന് GNS3 ഐക്കൺ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് കീ ഞെക്കി റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ വരും. ഇൻ കേസ് ഇത് കണ്ടില്ലെങ്കിൽ റൺ ആസ് ഡിഫറെന്റ് യൂസർ കൊടുത്ത് ഏതാണോ അഡ്മിനിസ്ട്രേറ്റർ യൂസർ ആ യൂസർക്ക് തോന്നണം. ആദ്യം ഓപ്പൺ ആക്കുമ്പോൾ കുറെ ഓരോ ടിപ്സ് ഒക്കെ കാണിക്കും. ഇഷ്ടമുള്ളവർക്ക് ടിപ്സ് ഒക്കെ കാണാം. അല്ലെങ്കിൽ ഡോണ്ട് ഷോ ദിസ് അഗെയിൻ, വീണ്ടും കാണിക്കരുത്, ക്ലോസ്. ഇവിടെ സാധാരണ നമ്മളൊരു ലാബ് സെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പ്രൊജക്റ്റിന് ഒരു പേര് കൊടുക്കാം, എവിടെ സ്റ്റോർ ചെയ്യണമെന്ന് പറയാം. ഇതൊക്കെ ഓരോ കോൺഫിഗറേഷൻ സ്റ്റോർ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇത് നമുക്ക് പിന്നീട് സംസാരിക്കാം ഇതിനെപ്പറ്റി. ഞാനിപ്പോ ജസ്റ്റ് ക്യാൻസൽ കൊടുക്കാം. ഇതാണ് GNS3യുടെ ഒരു മെയിൻ സ്ക്രീന്. ഇത് കൺസോൾ, ഇത് ടോപ്പോളജി കാണിക്കും. ഇവിടെ ഹോസ്റ്റ് നെയിമും അതിന്റെ ഇന്റർഫേസുകളും അതിന്റെ സ്റ്റാറ്റസ് ഒക്കെ. പിന്നെ ഇതാണ് ഓരോ നമുക്ക് ഏറ്റവും കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ. ഇത് റൗട്ടറാണ്, ഇത് സ്വിച്ച്, എൻഡ് ഡിവൈസസ് ആണ്, ഇത് ഫയർവാൾ. റൗട്ടറെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുതിയ വേർഷനാണ്. വേർഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ 8.4 ആണ്. ഇതിൽ കുറഞ്ഞ വേർഷൻ ഉണ്ട്. അതിൽ ഈ ഒരു GUIയുടെ വ്യത്യാസം ഉണ്ടാവും. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയതുകൊണ്ട് ഇങ്ങനെ ആ റൗട്ടറെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ റൗട്ടർ അവൈലബിൾ ആണെന്നുള്ള കാണിക്കും. ഇതിനകത്ത് ഈ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന റൗട്ടർ എന്ന് വെച്ചാൽ ഈ റൗട്ടർ നമ്മൾ ഇമേജ് ആഡ് ചെയ്തതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സിസ്കോയുടെ എല്ലാ ഡിവൈസസിന്റെ അകത്തും ഒരു iOS ഇമേജ് ഉണ്ട്. അതാണ് സിസ്കോയുടെ ആ ഒരു ഡിവൈസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ചുകൊണ്ടാണ് അതിനകത്ത് എല്ലാം വർക്ക് ചെയ്യുന്നത്. നമ്മൾ കോൺഫിഗറേഷൻ ഇടുന്ന കൺസോളിലൊക്കെ പോകുന്നതും
എടുക്കുന്നതല്ല. അങ്ങനെയുള്ളൊരു റിയൽ iOS ഇമേജ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു എഫക്ട് അല്ലെ ആ ഒരു ഫീലിംഗ് തന്നെ നമുക്ക് കിട്ടും. പിന്നെ അത്യാവശ്യം നമുക്ക് നെറ്റ്വർക്ക് എല്ലാം ഇതിനകത്ത് നമ്മുടെ ഒരു സാധാരണ നോർമൽ നെറ്റ്വർക്ക് എല്ലാം ഇടാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ GNS3 നമ്മൾ ഒരു റൗട്ടർ റൺ ചെയ്യുകയാണെങ്കിൽ ആ റൗട്ടർ ഒരു 128 MB റാം എടുത്തു എന്ന് വെച്ചു. ആ റാം ഫിസിക്കൽ മെഷീൻ തന്നെയായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു ശരിക്കുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെ ബിൽഡ് ചെയ്താണ് നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു റിയൽ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇത് ചുമ്മാതെ വെറും ഒരു സിമുലേറ്റർ എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ഇനി എങ്ങനെയാണ് ഈ സിമുലേറ്ററിനകത്ത് നമ്മൾ iOSകൾ ആഡ് ചെയ്യുന്നതാണ്. ഇത് ഓൾറെഡി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ളത് iOS. ശരിക്കും ഇത് GNS3 കിട്ടുന്നതല്ല, ഇത് നമ്മൾ സെപ്പറേറ്റ്ലി എടുക്കണം. അതിന് ഓപ്പൺ സോഴ്സ് ഫോറംസ് ഒക്കെ ഉണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞങ്ങൾ ഇടുന്നതായിരിക്കും. ഇവിടുന്ന് ഇഷ്ടമുള്ള iOS സെലക്ട് ചെയ്യാം, ഓപ്പൺ കൊടുക്കുക. നമ്മൾ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണിക്കും ഏത് പ്ലാറ്റ്ഫോമിലാണ് ഈ iOS. സിസ്കോ തന്നെ ഇത്രയും പ്ലാറ്റ്ഫോമാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് റൗട്ടർ പ്ലാറ്റ്ഫോമാണ്. പിന്നെ ആ റൗട്ടറിന്റെ മോഡൽ നമ്പർ ഏതാണോ അത്. പിന്നെ ഇത് എത്ര MB റാം ആണ് അത് ഉപയോഗിക്കുന്നത്. ഇവിടെ ഡിഫോൾട്ട് സിസ്റ്റം ഇമേജ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഒരേ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒന്നിലധികം ഇമേജ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിലൊന്ന് ഡിഫോൾട്ട് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഡിഫോൾട്ട് വേണ്ട. നമ്മൾ ഓരോന്നും ഡ്രാഗ് ചെയ്തിടുമ്പോൾ അല്ലെങ്കിൽ ഓരോന്നും നമ്മൾ ആ റൗട്ടർ ഉപയോഗിക്കുമ്പോൾ ഏത് ഇമേജ് ആണോ വേണ്ട ആ ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യും. കാരണം സിസ്കോ തന്നെ പല പല ഇമേജ് കൊടുക്കാറുണ്ട്. ഒരു സ്വിച്ചിനെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ലാൻ ബേസ് ഇമേജ് ഉണ്ട്, IP ബേസ് ഇമേജ് ഉണ്ട്, എന്റർപ്രൈസ് ഇമേജ് ഉണ്ട്. അങ്ങനെ പല പല ഇമേജസ് ഉണ്ട്. അതിന് ഓരോന്നും ഓരോ ഫംഗ്ഷനാലിറ്റീസ് ആണ്. അതൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പം തൽക്കാലം സേവ് ചെയ്യുക. ഇതിനു മുമ്പ് നമ്മൾ വേറൊരു കാര്യം ചെയ്യാനുണ്ട്. എഡിറ്റിൽ തന്നെ പോയിട്ട് പ്രിഫറൻസ് ആദ്യം എടുക്കുക. എന്നിട്ട് QEMU ടെസ്റ്റ് ചെയ്യുക. ഈ ടെസ്റ്റ് നടക്കണമെങ്കിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് ഉള്ളൊരു ഇതിലായിരിക്കണം റൺ ചെയ്യേണ്ടത്. ഡൈനാമിക്സും റണ്ണായി. അതും സക്സസ്ഫുള്ളി സ്റ്റാർട്ടഡ്. ഇതൊക്കെ ഓരോ സർവീസസ് ആണ്. അത് സക്സസ്ഫുള്ളി സ്റ്റാർട്ടായി. ഇനി നമുക്ക് ഓക്കെ കൊടുക്കാം. ഇവിടെ നമ്മൾ ആഡ് ചെയ്ത ഇമേജ് ഉണ്ടാവും. 2 ഇമേജ് നമ്മൾ ആഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാനിപ്പം ഒരു ഇമേജ് എടുത്തിടുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് റൗട്ടർ 1 ഒരു പേര് വന്നു. അതിന്റെ മണ്ടക്കോട്ട് നമ്മൾ ഈ കർസർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും റൗട്ടർ 1 ഈസ് സ്റ്റോപ്ഡ്, ഹാർഡ്വെയർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, എത്ര റാം ഉണ്ട്, ഡിസ്ക് സൈസ്. പിന്നെ നമുക്ക് കാണാം ഫാസ്റ്റ് ഇത്തർനെറ്റ് 0 ഈസ് empty, ഫാസ്റ്റ് ഇത്തർനെറ്റ് 0/1 ഈസ് empty. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് 2 മൊഡ്യൂൾ ഉണ്ട്. ഫാസ്റ്റ് 2 പോർട്ടാണുള്ളത്. ഫാസ്റ്റ് ഇത്തർനെറ്റ് 0 ഫാസ്റ്റ് ഇത്തർനെറ്റ് 1. അല്ല നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോൺഫിഗർ കൊടുക്കുക, റൗട്ടർ 1 എടുക്കുക, മെമ്മറീസ് ആൻഡ് ഡിസ്ക്. ഇതാണ് അതിന്റെ റാമും കാര്യങ്ങളെല്ലാം. ഈ സ്ലോട്ട്സ് ഓരോന്നിനും ഇത് സ്ലോട്ട് 0-ലുള്ളതാണ്. സ്ലോട്ട് 1-ല് നമുക്ക് ആഡ് ചെയ്യാം. ഇൻ കേസ് നമുക്ക് ഈ റൗട്ടറിനെ ഒരു സ്വിച്ച് ആക്കി റൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ കൊടുത്തു. ഇനി ഇതിന്റെ മണ്ടക്കോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ലിസ്റ്റ് കാണും. ഒരു സ്വിച്ചിന്റെ അത്രയും പോർട്ടുണ്ട്. 0 to 15 16 പോർട്ടുള്ളൊരു ഡിവൈസായി മാറിയത്. ഇനി ഈ ഡിവൈസിനെ എങ്ങനെ പവർ ഓൺ ചെയ്യാവുന്നതാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് എന്ന് കാണും. വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കൺസോളെ ക്ലിക്ക് ചെയ്യുക, എന്റർ അടിക്കുക. ഇങ്ങനെയാണ് സാധാരണ ഒരു സിസ്കോ റൗട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ സ്ക്രീൻ കൺസോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത്. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഇതൊരു സ്റ്റാർട്ടാണ്, ഇത് കൺസോൾ ആണ്, പോസ്, സ്റ്റോപ്പ്. ഇത് ഏതെങ്കിലും ഒന്ന്
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന റൗട്ടറും സ്വിച്ചും എല്ലാം ഒരേ ടൈമിൽ ഒരുപോലെ സ്റ്റാർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ PC തന്നെ ഹാങ് ആയി പോകും. ഇത് ലൈസൻസ് കീ ചോദിക്കുന്നുണ്ട്. ശരിക്കും ഇതിന്റേതായ ഒരു iOS അല്ല, ഇതൊരു ഡെമോൺസ്ട്രേഷന് വേണ്ടി മാത്രം കാണിച്ചൊരു iOS ആണ്. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ GNS3 റൗട്ടറും സ്വിച്ചും വർക്ക് ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോ മുതൽ നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് റൗട്ടർ കണക്ട് ചെയ്യുന്നു, എങ്ങനെയാണ് സ്വിച്ച് കണക്ട് ചെയ്യുന്നു, എങ്ങനെയൊക്കെ കോൺഫിഗർ ചെയ്യാമെന്നും. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഇത് ഷെയർ ചെയ്യുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു.